അകത്ത് ഫാൻ പോലും ഇട്ടിട്ടില്ലല്ലോ. പുറത്തുനിന്ന് കാര്യമായി കാറ്റും വരുന്നില്ല. പക്ഷെ വിളക്കെങ്ങനെയാ കെട്ടുപോയത് ആനന്ദ? നമസ്കാരം മേഡം. ഈ എഫക്റ്റ് വെള്ളയാണെന്നാ തോന്നുന്നല്ലേ? എന്തിനാ ഇപ്പൊ വന്നത്? എന്താ മേഡം ഇങ്ങനെ ഇപ്പൊ ചോദിക്കുന്നേ? നിങ്ങളല്ലേ എന്റെ റോൾ മോഡൽ, നിങ്ങളല്ലേ എന്റെ ഇൻസ്പിറേഷൻ. നിങ്ങളെ പോലെ ലൈഫിൽ മുന്നേറണമെന്ന് എന്റെ ജീവിതാഭിലാഷാന്ന് ഞാൻ പറഞ്ഞതല്ലേ മേഡം? അതുകൊണ്ടല്ലേ മേഡം US-ൽ നിന്ന് വന്ന ഞാൻ ഇപ്പൊ ഇവിടെ തന്നെ താമസിക്കുന്നത്. മോളെ, നീ പറയുന്ന കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നീ നമ്മുടെ ആനിവേഴ്സറിക്ക് കാണിച്ച പരിപാടി ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആനന്ദയുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ഇത് നോക്ക് സമീറ, ഒരു മനുഷ്യനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് സമയം എന്തായാലും എടുക്കും. പക്ഷേ അതേ അഭിപ്രായം മോശമായി മാറുന്നതിന് ഒരേ ഒരു ഇൻസിഡന്റ്, അതിനൊരു നിമിഷം മാത്രം മതി. നിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നടന്നത്. സ്റ്റേജിലിരുന്ന് നീ വയലിൻ നന്നായിട്ട് വായിച്ചിരുന്നല്ലോ. ഞങ്ങളുടെ അമ്മ ഒരു തവണ കൂടി അത് വായിക്കാൻ പറഞ്ഞപ്പോ നിനക്ക് വയലിനെ വായിക്കാൻ അറിയാത്ത പോലെ, അതിനു മുമ്പ് വായിച്ചത് നീ അല്ലാത്ത പോലെ തിരിച്ചു പോയല്ലോ. എന്തിനാ അങ്ങനെ ചെയ്തേ? അതിനു മുമ്പ് അത് വായിച്ചത് ഞാനല്ലാത്തത് കൊണ്ടാ മിണ്ടാതെ ഇറങ്ങിപ്പോയത്. അന്ന് അമ്മയ്ക്ക് ഒരുപാട് വിഷമായി സമീറ. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഓ പിന്നെ അപ്പൊ തന്നെ ഞാൻ ആ വയലിൻ വീണ്ടും വായിച്ചിരുന്നെങ്കിൽ വളരെ നന്നായനെ കാര്യങ്ങൾ. എന്നോട് നിങ്ങൾക്ക് ആ കാര്യത്തിലാണ് ദേഷ്യം വന്നതെങ്കിൽ സോറി മാഡം, എന്നോട് ക്ഷമിക്കണം. ആ സമയത്ത് ഞാൻ എന്തിനാ അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിനക്ക് മനസ്സിലായോ ഇല്ലേ? പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലായി കുട്ടി. നിനക്ക് ക്ഷമ വളരെ കുറവാ. എന്ത് തൊഴിലാണെങ്കിലും മനുഷ്യനതിൽ മുന്നേറണമെങ്കിൽ അതിനു വേണ്ടത് ആത്മാർത്ഥതയും സമർപ്പണവുമാണ്. സാമർഥ്യം മാത്രം ഉണ്ടായ പോരാ, ക്ഷമയും ദയാശീലവും, ഈ 2 ക്വാളിറ്റീസും ഉറപ്പായി ഉണ്ടായിരിക്കണം. അത് നിനക്കൊട്ടുമില്ല. എന്റെ സ്വഭാവത്തിലെ മൈനസ് എനിക്ക് ഇപ്പോഴാണ് മേഡം മനസ്സിലായത്. ഞാനത് എന്തായാലും റെക്ടിഫൈ ചെയ്യും. ഈ ഒരു ചെറിയ കാരണം കൊണ്ട് എന്നെ എന്തായാലും ഒഴിവാക്കരുത് മാഡം. US-ൽ നിങ്ങൾ തുറക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചിനെ പറ്റി നമുക്ക് പിന്നീട് ആലോചിച്ചാലും മതി. അത് ഡീൽ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പീരിയൻസ് വേണം എന്നല്ലേ മാഡം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മാഡത്തിന്റെ കൂടെ ഇരുന്ന് ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണമെന്ന് തീരുമാനിച്ചു വന്നതാ ഞാൻ. എന്നെ മാഡത്തിന്റെ മരുമകളായി കണ്ട് അത് തന്നെ അമ്മ, നമ്മുടെ വീട്ടിലൊരു കൊച്ചിനെ പോലെ കണ്ട് അവളോട് ക്ഷമിക്കണം എന്നാ ഉദ്ദേശിച്ചേ. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാ. ഇനി അങ്ങോട്ടേക്ക് നീ ഇതുപോലുള്ള മിസ്റ്റേക്സ് ഒന്നും ചെയ്യില്ലല്ലോ. ഇനി നമ്മുടെ അമ്മയെ ഹേർട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ചെയ്യില്ലല്ലോ. എന്താ മോനെ ദർശ, അവള് പറയേണ്ടതൊക്കെ നീയാണല്ലോ പറയുന്നത്. അത് അവളുടെ ഫീലിങ്സ് അതാണെന്ന്. ആദ്യമായിട്ടൊരു മിസ്റ്റേക്സ് ചെയ്യുന്നതല്ലേ. സോറി എന്ന് പറയുന്നുണ്ടല്ലോ അവള്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറയുന്നു. അത് വിട്ടുകളാനന്ദ, പെൺകുട്ടിയല്ലേ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് കരുതി നിന്നെ തെരഞ്ഞ് ഒരുപാട് ദൂരെ നിന്ന് വന്നതല്ലേ. ഈ ഒരു തവണ നീ അവളോടൊന്ന് ക്ഷമിക്കുക. നീ ഈ ബിസിനസ് ചെയ്ത് ലൈഫിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ട്രെയിനിങ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങണം. അതിന് നീ ഓക്കെയാണോ?
ഗ്രൗണ്ട് ഫ്ലോറിലല്ല മാഡം. തുണി തയ്ക്കുന്നിടത്ത് തുടങ്ങാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. തുണി തയ്ക്കുന്നിടത്ത് എന്താ ഉള്ളത്? വെറും സൂചി നൂലുവോ? നീ ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് പഠിച്ചാൽ മതി, അത്രയും മതി. കപില, ആ മേഡം. നീ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവള് ചെയ്യേണ്ട ജോലി എന്താണോ അത് ചെയ്യിപ്പിക്ക്. അതുപോലെ ദർശന്റെ അസിസ്റ്റന്റ് ആയിട്ട് വെക്ക്. ഓക്കെ? ഓക്കെ മേഡം. നിങ്ങളുടെ മോന് ഞാൻ അസിസ്റ്റന്റ് അല്ല, വൈകാതെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന മരുമകളാകും ഞാൻ. ഇന്ന് നിങ്ങളുടെ സാമ്രാജ്യത്തിനകത്ത് കാലെടുത്ത് വെച്ച് ഞാൻ വർക്കറായിട്ട്. വൈകാതെ തന്നെ നിങ്ങളുടെ വീടിനകത്തേക്ക് തന്നെ ഞാൻ കാലെടുത്ത് വെക്കും ഓണറായിട്ട്. പോയാലോ? ഞാൻ ആദ്യമായിട്ട് എന്ത് ഡിസൈൻ ചെയ്താലും അത് തന്നെ തെരഞ്ഞ് തന്റെ അടുത്തേക്ക് തന്നെ വരികയാണല്ലോ. അങ്ങനെയൊക്കെ ആവാനായിരിക്കും നിയോഗം. മേ ബി എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. അറിയാത്തപ്പോ നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചു, പ്രേമിച്ചു. ഇപ്പൊ അറിഞ്ഞതിന് ശേഷം നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കാൻ പോവാ. ഐ മിസ് യു. ശരണ്യ, നീ റെഡിയായോ? ആ, ദാ വരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാവേ. എന്താ?
പുറത്തു വന്നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ? അകത്ത് നല്ല ബോറടിയാ, അതുകൊണ്ടാ. ശരി, നമുക്ക് പോകാം. എവിടേക്ക്? മേഡം നേരത്തെ പറഞ്ഞില്ലേ എന്നെ ദർശന്റെ അസിസ്റ്റന്റ് ആക്കുന്നതായിട്ട്. ആ, അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു കേട്ടില്ലേ? അതെന്താ മറന്നുപോയോ? എന്ത് പറഞ്ഞു? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ വർക്ക് പഠിച്ചു വരണമെന്ന് പറഞ്ഞില്ലേ? തുണിക്കടയിൽ വലുതായിട്ട് എന്താ പഠിക്കാനുള്ള? പുറത്തുനിന്ന് കാണുന്നവർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് പിടിപ്പത് പണിയുണ്ട്. തല പൊകഞ്ഞു പോവും. ശരി, വാ. ഈ സാരി എടുത്തോ. എന്താ പറഞ്ഞേ? ഈ സാരി ഞാൻ എടുക്കണോന്നോ? ഇത് ഇവിടുത്തെ ജോലിക്കാരെടുക്കുന്ന ഡ്രസ് കോഡല്ലേ? പിന്നെ നിങ്ങൾ ഇവിടുത്തെ ആരാ? ശരിയാണ്, ഈ സാരി ഈ ഷോപ്പില് വർക്ക് ചെയ്യുന്നവരല്ലേ ഉടുക്കാറ്, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങൾ മാഡത്തിനോട് പറഞ്ഞതും വർക്ക് ചെയ്തോളം തന്നെയല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നല്ല, തുണി തയ്ക്കുന്നിടത്തുനിന്ന് തന്നെ തുടങ്ങാന്ന് പറഞ്ഞതല്ലേ? ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നല്ല മേഡം, ഞാൻ തയ്ക്കുന്നിടത്തുനിന്ന് വേണമെങ്കിൽ തുടങ്ങാൻ തയ്യാറാ. സ്റ്റിച്ചിങ് സെന്ററിൽ എന്താ ഉള്ളത്? വെറും നൂലും സൂചിയല്ലാതെ. ഇനി ചിലപ്പോ ഇവളെന്നെ തയ്ക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള സൂചി നൂലൊക്കെ ക്ലീൻ ചെയ്യാൻ പറയുമായിരിക്കുമോ? എന്താ ആലോചിക്കുന്നത്? വേഗം ഉടുത്തിട്ട് വരാൻ നോക്ക്. പറഞ്ഞോളൂ, ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ആദ്യത്തെ ജോലി കസ്റ്റമേഴ്സ് കടയ്ക്കകത്തേക്ക് കയറി വരുമ്പോ അവരുടെ മുന്നിൽ പോയി നിന്ന് ചിരിച്ച മുഖത്തോടെ നമസ്കാരം പറയണം. നമസ്കാരം സർ, എന്താ വേണ്ടേ സർ? അങ്ങനെ അവരോട് സ്നേഹത്തോടെ ചോദിക്കണം. സ്നേഹത്തോടെയോ? ആ, നിങ്ങളുടെ പെരുമാറ്റം കണ്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇംപ്രസ് ആവണം. കർച്ചീഫ് വാങ്ങാൻ വന്നവര് പോലും ഒരു കാഞ്ചീപുരം പട്ടുസാരി ഇങ്ങനെ വാങ്ങിട്ട് പോണം. അങ്ങനെ വേണം ജോലി ചെയ്യാൻ. അതാ, അതുപോലെ എവിടെയെങ്കിലും കുപ്പ കിടക്കുന്നത് കണ്ട അപ്പ തന്നെ പോയി വൃത്തിയാക്കണം. അത് കണ്ടോ, അവിടെ വലിച്ചു വരിയിട്ടിരിക്കാൻ സാരിയെല്ലാം. അതെല്ലാം അങ്ങനെ വൃത്തികേടായിരിക്കാതെ അപ്പപ്പോ നോക്കി കണ്ട് മടക്കി വെച്ചിരിക്കണം. എല്ലാ റാക്കില് ഭംഗിയായി അടുക്കി വെക്കണം. അവര് സെയിൽസ് ചെയ്തോണ്ടിരിക്കുമ്പോ അവർക്ക് സപ്പോർട്ടീവായിട്ടിരിക്കണം. നിങ്ങള് കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്തോണ്ടേ ഇരിക്കണം. എന്തുപറ്റി? നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് എന്റെ തല ചുറ്റുവാ. അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നാണോ പറയുന്നേ? നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് മാഡത്തോട് പോയി പറയട്ടെ. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ ചെയ്തോളാം.
ഇത് വേണ്ട, അത്. ഇതും വേണ്ട, അതെടുത്തേ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വല്ലതും വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ടോ? എല്ലാ സാരി ഇങ്ങനെ നോക്കി മാറ്റി മാറ്റി വെച്ചാല് ഇതൊക്കെ ആരാ മടക്കി വെക്കാനുള്ളത്? എന്താ നിന്റെ പ്രശ്നം? എന്തു പറ്റി വേണം? ഈ പെണ്ണുണ്ടല്ലോ, ഈ സാരികളൊക്കെ ആരും മടക്കി വെക്കുന്ന ചോദിക്കണേ. സോറി മാഡം, അവള് ജോലിയിൽ പുതിയതാ, അറിയാത്തോണ്ടാ. നിങ്ങൾ എത്ര സാരി വേണമെങ്കിലും നോക്കിക്കോളൂ, ഇഷ്ടമുള്ളതൊക്കെ എടുത്തിട്ട് പോകും. നീ വന്നേ. കസ്റ്റമേഴ്സിനോട് പൊളൈറ്റ് ആയിട്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ബേസിക്സ് മറന്നുപോയാ പിന്നെ എങ്ങനെയാ? എനിക്ക് തോന്നുന്നു നിനക്കിത് വലിയ ബുദ്ധിമുട്ടാവുമെന്നാ. ദർശൻ, ഒന്ന് നിന്നേ. അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? വേറെ എവിടെ പോവാനാ? ഇവിടെ നേരെ പരലോകത്തേക്ക് പോകട്ടെ. നീ ഇത് കാണുന്നില്ലേ എന്നെ കൊണ്ട് എന്തൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നതെന്ന്? ഞാൻ US എങ്ങനെ ഇരുന്നോളാന്ന് നിനക്ക് അറിയുന്നതല്ലേ? ഫ്രീ ബേഡിനെ പോലെ റീൽസ് ചെയ്തോണ്ട് നടക്കുമായിരുന്നു. പക്ഷെ ഇവിടെയോ? എല്ലാം നമുക്ക് വേണ്ടിയല്ല സമീര. അല്ല, നിനക്ക് വേണ്ടിട്ടാ. എന്നെ കൊണ്ട് ഇത് പറ്റില്ല. നീ നിന്റെ അമ്മയോട് ഇപ്പൊ കാര്യങ്ങൾ പറയും. എന്താ നീ ഒന്നും പറയാൻ നിൽക്കുന്നേ? അമ്മയോടല്ല, ശരണ്യോട് ഞാൻ പറയാം. നീയും ഞാനും തമ്മിൽ സ്നേഹത്തിലാണെന്ന് ഞാൻ അവളോട് പറഞ്ഞോളാം. ഈ കല്യാണത്തിന് അവൾക്ക് ഇഷ്ടമില്ലെന്ന് അവളോട് തന്നെ പറയാം. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് നിന്റെ സന്തോഷം. അങ്ങനെ തന്നെയല്ലേ? നിനക്ക് ഈ കല്യാണത്തില് താല്പര്യമില്ലെന്നൊന്ന് പറഞ്ഞേക്ക്. ഹലോ. ഹലോ ദർശൻ, ഞാൻ ശരണ്യ സംസാരിക്കുന്നത്. ശരണ്യ, നീയോ? ആ, പറഞ്ഞു. അവളെന്തിനാ നിന്നെ ഫോൺ വിളിക്കുന്നേ? നീ പറഞ്ഞോ. എവിടെയുള്ളത്? നിങ്ങളുടെ ഷോപ്പിലുണ്ടോ? അതേലോ, ഷോപ്പിലുണ്ട്. നിങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാനിപ്പോ അങ്ങോട്ട് വരാം. അങ്ങനെയാണോ? ശരി, വന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ട്. എന്താ നീ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് പറയുന്നേ? അവള് തന്നെ എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. ഇപ്പോഴല്ലേ ഞാൻ അവളെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞേ. ഇപ്പൊ അവള് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നോണ്ട് ഇവിടെ വെച്ച് തന്നെ അവളോട് എല്ലാം പറയാം.